ഹലോ, ഞാൻ ഈ കെട്ടി ഒരുങ്ങി എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ബസ് സ്റ്റോപ്പിലാണ് ഗൈസ്. എൻ്റെ കൂട്ടുകാരിയെ തിരക്കിയുള്ള ഇരിപ്പാണിത്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവൾ എത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല, എൻ്റെ നന്ദു മാത്രമല്ല, നന്ദുവിൻ്റെ അമ്മയുണ്ടായിരുന്നു, ജ്യോതിയമ്മ. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി തിരക്കി പിടിച്ച് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ ആഹിൽസിൻ്റെ ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റിനാണ് ഗൈസ്. കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ അവനെ കാണുന്നത്. ഞങ്ങൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു, എന്നിട്ട് അവനെ വെയിറ്റ് ചെയ്ത് നിന്നു. എന്നിട്ട് ഞങ്ങളുടെ മെയിൻ സംഭവമായിട്ടുള്ള ഫുഡ് അടിയിലോട്ട് തന്നെ കടന്നിട്ടുണ്ട്. വെൽക്കം ഡ്രിങ്കിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടർ കഴിച്ചിട്ടുണ്ട്. ഇതെന്ത് ഐറ്റമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഗൈസ്. അതിനുശേഷം ഞങ്ങൾ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു. കാരണം ഞങ്ങൾ കുറേ നാളായല്ലോ ഇങ്ങനത്തെ കുറച്ച് പരിപാടികൾക്കൊക്കെ വന്നിട്ട്. അപ്പം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക എന്നുള്ളത് മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഗൈസ്. അങ്ങനെ ചെക്കനും പെണ്ണും ഇതാണ്. ചെക്കനും പെണ്ണും സ്റ്റേജിലോട്ട് കയറാൻ വേണ്ടി തയ്യാറെടുത്ത് നിന്നു. അങ്ങനെ അവർ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് ഗൈസ്. പിന്നെ കല്യാണം എൻഗേജ്മെൻ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഫോട്ടോ എടുക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങ് തന്നെയാണല്ലോ. ഞാനും നന്ദും കാര്യമായി ഇങ്ങനെ വർത്താനം പറയുന്നത് കേട്ടിട്ടാണ് ജ്യോതിമ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നത്. അത് കാര്യമാക്കണ്ട, ഞങ്ങൾ കൂടിയാൽ ഇങ്ങനെയാണെന്ന് ജ്യോതിമയ്ക്ക് ഇപ്പോഴായിരിക്കും മനസ്സിലായത്. അങ്ങനെ അതേ ഫാമിലിയൊക്കെ വെൽക്കം ചെയ്തു. ഞങ്ങളുടെ ചെക്കൻ സ്റ്റേജിൽ തന്നെ ഉണ്ട്. ഞങ്ങളുടെ ചെക്കൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആഹിൽസ്. അങ്ങനെ ഫാമിലി ആയിട്ട് അവർ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യപരിപാടികളും കാര്യമായി നടക്കുന്നുണ്ട്. ഞങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുഖ്യ ഐറ്റമായിട്ടുള്ള ഫുഡും എത്തിയിട്ടുണ്ട്. അടിപൊളി ഫുഡായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളും കുറച്ച് നേരം എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമൊക്കെ ആസ്വദിച്ച് ഞങ്ങളും പോയി ഫോട്ടോ എടുക്കാൻ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ പ്രിയ സുഹൃത്തായിട്ടുള്ള ആഹിൽസ്. കുറേ നാളായിട്ടുണ്ടായിരുന്നു അവനെ കണ്ടിട്ട്. അപ്പോൾ ഐസ്ക്രീമും കഴിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഏതായാലും ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.